നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന മൂന്നാർ. പക്ഷെ അതിനൊക്കെ മുന്നേ ഈ വന്നൊരു റൂട്ടുണ്ട്, അതായത് നമ്മൾ മധുരയിൽ നിന്ന് മൂന്നാറിലോട്ട് വന്ന ഒരു റൂട്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോസിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ബോധിപുരം വഴി നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് നേരെ മൂന്നാറിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ ഇതുവരെ വന്ന വഴികളൊന്നും കണ്ടേ. നമ്മൾ മധുരയിൽ നിന്നാണ് വന്നത്. അപ്പം മധുരയിൽ നിന്ന് ഇതുവരെ എങ്ങനെ വന്നു എന്നുള്ള കാഴ്ചകളോട് കണ്ടിട്ട് നമുക്ക് അതിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് മധുര ടൗണിലാണ്. ഞങ്ങൾ ഇന്നലെ മധുര ടൗണിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു റൂട്ട് വഴി നേരെ കേരളത്തിലോട്ട് മൂന്നാറിലോട്ട് പോകാൻ വേണ്ടി പോവാം. ഇതാണ് ഇപ്പോഴത്തെ രാവിലത്തെ നല്ല മധുര ടൗണിലെ അവസ്ഥ. നമ്മൾ ഇന്നലെ രാത്രി വന്ന ഏരിയ അത്ര നല്ലതല്ലായിരുന്നു. പക്ഷേ ഈ ഏരിയാസ് കുറച്ച് കൊള്ളാം, കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മധുരയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൃത്തി കുറഞ്ഞ ഒരു സിറ്റിയിലൊന്ന്. അത് കറക്റ്റ് ഇന്നലെ രാത്രി മനസ്സിലായി. കാരണം നമ്മൾ ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ട് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിയൊക്കെ നല്ല സ്മെല്ലായിരുന്നു. അതുപോലെ ട്രാഫിക്കും കാര്യങ്ങളും. ട്രാഫിക്ക് മാത്രമല്ല, ഇവിടെ ഉള്ളവർക്ക് കറക്റ്റ് വണ്ടി ഓടിക്കാൻ വരെ അറിയില്ല, അത്രയ്ക്കും വലിയ അവസ്ഥയായിരുന്നു. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല, വണ്ടിയും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇതുവഴി അങ്ങ് പോവാം. ഈ വലിയൊരു ഓവർ ബ്രിഡ്ജിൽ നിന്ന് ഈ ലെഫ്റ്റ് എടുത്തിട്ടായിരുന്നു നമ്മൾ ഇന്നലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ഈ റൈറ്റ് എടുത്തിട്ട് വേണം നേരെ നമുക്ക് ഇനി മൂന്നാറിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. മധുരയിൽ നിന്ന് മൂന്നാറിലോട്ട് ഏകദേശം 160 കിലോമീറ്ററോളം ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് സൈഡ് മധുരയിലെ ഫിഷ് മാർക്കറ്റാണ്. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് വൃത്തിയുടെ കാര്യം എടുത്തു വരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ രാവിലെ തന്നെ പണിക്ക് പോകേണ്ടവരൊക്കെ ബൈക്ക് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 6 മണി 6:30 ആ ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ട്രാഫിക് ഉണ്ടാകുന്നില്ല വിചാരിച്ച് അങ്ങ് പോവുകയാണ്. കാരണം നമ്മൾക്ക് ഏകദേശം ഒരു 6 to 8 വരെയാണ് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റിയ സമയം. അത് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് തുടങ്ങും. ഈ ഒരു ആർച്ച് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ മധുര സിറ്റിയിലൂടെ നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ സിറ്റി ഏരിയാസും നമ്മളൊന്ന് കഴിയും. ഈ സിറ്റിയിലെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് സൂപ്പറായിട്ട് നമുക്ക് റൈഡ് ചെയ്തങ്ങ് പോവാം. ഈ ട്രാഫിക് ഉള്ളതല്ല ഇവിടുത്തെ കുഴപ്പം. ഇവന്മാർ എപ്പോഴാണ് മുന്നിൽ വന്ന് ചാടുമെന്ന് പറയാൻ പറ്റില്ല. ഈ റോഡ് ക്രോസ് ചെയ്യുന്നവരായാലും ഈ ബൈക്ക് ഓടിക്കുന്നവർ, പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കുന്നവർ, ഓട്ടോ വലിയ കുഴപ്പമില്ല. ഇവർ ചിലപ്പോൾ ലെഫ്റ്റിലൂടെ റൈറ്റിലൂടെയും ഏതിലൂടെ വേണോ വരാം. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് വേണം ഇതിലൂടെ ഒന്ന് പോകാൻ. ഇതാ കണ്ട, ഇവന്മാർ ഏതിലെ ക്രോസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മാക്സിമം സ്ലോ ആക്കിയിട്ട് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഇതിലൂടെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട്. ഈ മധുരയൊക്കെ ടിപ്പിക്കൽ തമിഴ്നാട് സ്റ്റൈലാണ്. നമ്മൾ ഈ തഞ്ചാവൂർ ഉണ്ടായ പോലത്തെ അവസ്ഥയല്ല. തഞ്ചാവൂരൊക്കെയാണ് കുറച്ചുകൂടി തമിഴ്നാടെന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ചുകൂടി ഡെവലപ്ഡായ സ്ഥലമാണ്. ഇത് കറക്റ്റ് ടിപ്പിക്കൽ തമിഴ്നാട്. നമ്മൾ എന്താണോ തമിഴ്നാടെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതുപോലത്തെ ഏരിയാസാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ മധുരയിലെ സിറ്റി ഏരിയാസൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഈ റെയിൽവേ ക്രോസിങ് കാണുന്നത്. സാധാരണ ഇങ്ങനെ ഹൈവേയിൽ നമ്മൾ റെയിൽവേ ക്രോസ് ഒന്നും കാണാറില്ല.
അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇതിലൂടെ വരുമ്പോൾ ഓവർ ബ്രിഡ്ജൊക്കെ ആവട്ടെ. അങ്ങനെ ആ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് നമ്മൾ മധുര ടൗണിൽ നിന്ന് ഇപ്പം വിട്ടു. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ടൗൺ ഏരിയ വരാനുള്ളത്, അടുത്തതിന് വരാനുള്ളത് നാഗമലൈ പുതുക്കോട്ടൈ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അടുത്ത ടൗൺ വരാനുള്ളത്. ശരിക്കും നമ്മൾ ഇന്നത്തത് നമ്മൾ ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം നമ്മൾ കൊച്ചിയിൽ നിന്ന് കുമളി വന്നിട്ട് അവിടുന്ന് നമ്മൾ ഡിണ്ടിഗൽ പോയി, അവിടെ നമ്മൾ തഞ്ചാവൂർ പോയി, തഞ്ചാവൂർ നമ്മൾ മധുര പോയി, മധുരയിൽ നിന്ന് നമ്മളിപ്പം വേറൊരു റൂട്ട് വഴി നമ്മൾ മൂന്നാറിലോട്ട് പോവാണ്. മൂന്നാറിൽ നിന്ന് പിന്നെ കുറച്ചൊന്ന് കറങ്ങി നമ്മൾ നേരെ നമ്മൾ കൊച്ചിയിലേക്ക് പോകാനുള്ള പ്ലാനാണുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ടൗൺ എത്തി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തായിരുന്നു അതിൻ്റെ പേര്, നാഗമലൈ പുതുക്കോട്ടൈ. ആ സ്ഥലം അങ്ങനെ എത്തി. ഒരു ബൈക്കിൽ 4 ആളാ? നേരത്തെ നമ്മൾ 3 ആളെ കണ്ടിട്ടുണ്ട്, ഇതിൽ 4 ആൾ, ഒരു ഫാമിലി മൊത്തം ഒരു ബൈക്കിലാണ് പോകുന്നത്. ഇവിടൊക്കെ പിന്നെ വലിയ കുഴപ്പമില്ല, അവരെ പോലീസുകാരൊന്നും പിടിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മളവിടെ ഇപ്പം 3 പേര് പോയാൽ തന്നെ പണിയാണ്. ഇവിടെ 4 പേരൊക്കെ ഒരു ബൈക്കിൽ പോകും. അങ്ങനെ കോളേജിൽ പോകുന്നവരെല്ലാം ഇറങ്ങി തുടങ്ങി. അവർക്കൊന്നും പിന്നെ ഹെൽമെറ്റ് ആവശ്യമില്ല. അതിൻ്റെ ഇടക്ക് വരുത്തിന് ഏതിലൂടെയാണ് ഇറങ്ങി വരുന്നത്. ഇപ്പം ജസ്റ്റ് ഒന്ന് മുട്ടിയാനെ ഇവന്മാർ കയറി വരുന്നത് പോലും അറിയില്ല. നമ്മളിപ്പോൾ ചെക്കനൂർ റാണി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അവിടെയുള്ളൊരു ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡുള്ളത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അടിയിലൂടെ വേണം നമുക്ക് ഇനി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മൾ മെല്ലെ പോകുന്നതാണ്. എപ്പോഴാണ് എവിടെ നിന്നാണ് ക്രോസ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. അത് ഓട്ടോ ആയാലും ബൈക്കായാലും നടന്നു പോകുന്നവരായാലും. അതുകൊണ്ട് മാക്സിമം സ്ലോ എടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്, പ്രത്യേകിച്ച് ഈ ടൗൺ ഏരിയാസിൽ നിന്ന്. കുറച്ചൊക്കെ മുന്നോട്ട് ഈ ഏരിയാസിലോട്ട് വന്നപ്പോൾ കുറച്ച് വൃത്തിയുള്ള ഏരിയ ഇതൊക്കെ, മധുര പോലെയല്ല. അതുപോലെ തന്നെ ഈ വണ്ടി ഓടിക്കുന്നവരും നടന്നവരും വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. മധുര ഒന്നൊന്നര അവസ്ഥയായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ച് വിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്താൽ റൈറ്റിൽ നിന്ന് ആൾക്കാർ വരും, ലെഫ്റ്റിൽ നിന്ന് ആൾക്കാർ വരും, ഒന്നൊന്നര അവസ്ഥയായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടാവും ഇവന്മാർ വെയിറ്റ് ചെയ്യുന്നു ഇവിടെയൊക്കെ. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല, ഒന്ന് സ്ലോ ചെയ്തങ്ങ് പോയാൽ.
അങ്ങനെ ആ ഒരു ഏരിയ അങ്ങ് കഴിഞ്ഞ് കിട്ടി, സമാധാനമായി. ഇനിയിപ്പോൾ നമുക്ക് വലിയ പേടിയൊന്നുമില്ല. ഇനി ടൗൺ കുറേ കഴിഞ്ഞിട്ടാണ്. ഈ ടൗൺ വരുമ്പോൾ നമുക്ക് പ്രശ്നമില്ല കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ സുഖമായിട്ട് അങ്ങ് പോകാൻ പറ്റും. ഒരു ഓട്ടോയിൽ 6, മുന്നിൽ 4 ആൾ, ഡ്രൈവറെ കൂടെ 2 ആൾ, 4, 5, 6, 9 ആൾക്കാരാ ഒരു ഓട്ടോയിലാണ്. ഓക്കെ, അപ്പോൾ ആ ടൗണിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഇനിയിപ്പം അടുത്ത ചെല്ലംപട്ടിയാന്ന് തോന്നുന്നു. ചെല്ലംപട്ടിയാണ് അടുത്ത ഇനി സ്ഥലം വരുന്നത്. അപ്പോൾ അവിടേക്ക് നമുക്കിനി സുഖമായിട്ട് വിടാം. നമ്മളിപ്പോൾ കേരളത്തോട് അടുക്കും തോറും ആ കാലാവസ്ഥയിലുള്ള മാറ്റം കണ്ടോ? നേരത്തെയൊക്കെ വരണ്ട സ്ഥലങ്ങളായിരുന്നു. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കേരളത്തിലോട്ട് അടുക്കും തോറും ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങി. അതുപോലെ കൃഷിസ്ഥലങ്ങളും മാറ്റം വന്നു. ഇവിടുന്ന് ഇനി നമുക്ക് റൈറ്റാണ് തോന്നുന്നു പോകേണ്ട, റൈറ്റ് എടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ വേറൊരു കാഴ്ച. ഇവിടെ ഇതൊക്കെ സ്ഥിരം കാഴ്ചയാണ്. നമുക്ക് ലോഡ് പുറകിൽ വെക്കാനാണ് ഈ ഓട്ടോയിൽ ബാക്കിലെ സ്ഥലങ്ങളെ പറ്റും. പക്ഷെ ഇവരാണെങ്കിൽ ഈ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇവിടെ പിന്നെ MVDയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെവിടെ ഒരു ഓട്ടോയിൽ 8, 9 പേരെ വേണം വരും. നമ്മളങ്ങനെ ഉസലാംപട്ടി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞ് നമ്മൾ തേനി ഏകദേശം അങ്ങ് അടുത്ത് കഴിയാറായി. ഇനിയിപ്പം ഇത് ബോർഡർ ഏരിയാസാണ്, അതായത് ഇതാണ് തമിഴ്നാടിൻ്റെ ലാസ്റ്റ് ഏരിയാസ് വരുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലോടുള്ള ബോർഡർ എത്തും. ഈ ഏരിയാസിൻ്റെ റോഡിൻ്റെ അവസ്ഥയൊക്കെ കുറച്ചും ഒന്ന് മോശമാണ്. റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ ബോർഡർ എത്താനായി. അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മധുരയിൽ നിന്ന് ഇതുവരെയുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളിപ്പം കേരളത്തിലോട്ട് മെല്ലെ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരുന്നത്. അവിടെ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ തന്നെയാണ് ഉള്ളത്. കേരളം എത്തിയില്ല. കേരളം എത്തുമ്പോൾ ഞാൻ പറയാം. ഇത് മൂന്നാറിലോട്ടുള്ളൊരു റൂട്ടാണ്. തേനിയിൽ നിന്ന് മൂന്നാറിലോട്ടുള്ള റൂട്ടാണ്. ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നമ്മൾ കേരളത്തിലെത്തുമ്പോഴാണ് ഈ ഗ്യാപ്പ് റോഡ് വരുന്നത്. ഈ കേരളത്തിലോട്ട് എത്തുമ്പോൾ എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ആ വെസ്റ്റേൺ ഗേട്സിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റേതായ കാഴ്ചകൾ എല്ലാം നമുക്ക് കാണാനുണ്ട്. നമ്മൾ കുറേ കയറി കഴിയുമ്പോൾ ഏകദേശം കേരളത്തിനോട് അടുത്തെത്തുമ്പോൾ താഴേക്കൊരു കാഴ്ച കാണാനുണ്ട്. നല്ല രസമാണ്. നമ്മൾ മൂന്നാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴുള്ള ഒരു രണ്ടാമത്തെ ഒരു പാതയാണിത്. നമുക്ക് രണ്ട് വഴി മൂന്നാറും തമിഴ്നാട്ടിൽ പോകാൻ പറ്റും. ഒന്ന് മൂന്നാറിൽ നിന്ന് നമ്മൾ നേരെ കുമളിയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കമ്പം വഴി തമിഴ്നാട്ടിലോട്ട്. പിന്നെ ഉള്ളതാണ് ഈ വഴി. ഇത് അതായത് ഇത് മൂന്നാറിൽ നിന്ന് പൂപ്പാറ വഴി നമ്മൾ നേരെ തേനിയിലോട്ട്. ഇടുക്കിയിൽ നിന്ന് അപ്പം ടോട്ടൽ 3 വഴികളാണ് തമിഴ്നാട്ടിലോട്ടുള്ളത്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ഈ 2 വഴികളും പിന്നെ നമ്മളെ കാന്തല്ലൂർ വഴി. അതിൽ കുറച്ച് കാണാൻ ഭംഗിയും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ കുറച്ച് വണ്ടികൾ കുറവൊക്കെയുള്ള റൂട്ട് ഇതാണ്. നമ്മൾ നല്ല കാഴ്ചകളാണ്. അപ്പം കാന്തല്ലൂർ വഴിയാണ് നമ്മളൊക്കെ പോകുന്നതെങ്കിൽ അവിടെ റോഡൊക്കെ വീതി കുറവാണ്. അതുമാത്രമല്ല നല്ല ട്രാഫിക് ഉണ്ടാവും. കുറച്ചുകൂടി വണ്ടികൾ കൂടുതലായിരിക്കും ഈ വെക്കേഷൻ ടൈമൊക്കെ. ഇതിപ്പോൾ മൺഡേ ആയതുകൊണ്ടാണ് ഈ വണ്ടികളൊക്കെ കുറവ്. അല്ലെങ്കിൽ സൺഡേ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വണ്ടികളുണ്ടായിരുന്നു. അപ്പം ഈ തമിഴ്നാട്ടിൽ കേരളത്തിലോട്ട് വരുമ്പോൾ കാലാവസ്ഥ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ചെറിയ തണുപ്പ് വരാൻ തുടങ്ങി. അതുപോലെ ചെറിയ ചെറിയ ചാറ്റൽ മഴയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മുകളിലോട്ട് കയറുന്നവരും എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മഴ വരാൻ ചാൻസ് ഉണ്ടാകും. ഈ ഏരിയയിൽ സൈഡിൽ സേഫ്റ്റി സംഭവങ്ങളൊന്നുമില്ല. ബാരിയേഴ്സ് കുറച്ച് കെയർഫുൾ ആവണം. ചില സ്ഥലത്ത് ഈ ബാരിയേഴ്സ് കുറവാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മളങ്ങ് ടോപ്പിലെത്താറായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിന്നൊക്കെ നമ്മൾ ആ തമിഴ്നാട് ഏരിയാസ് മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നു. ഇതുണ്ടോ, ഇതെല്ലാം താഴെ കമ്പത്തുള്ള തമിഴ്നാടിൻ്റെ ഏരിയാസാണ്. അപ്പം ഇതുവഴിയായി നമ്മൾ ഇന്നലെയൊക്കെ പോയിട്ടുണ്ടായിരുന്ന റൂട്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ആ സൗന്ദര്യം മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടുന്ന് ഇനി മൂന്നാറിലോട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ദൂരമുണ്ട്. പക്ഷെ ഇപ്പോൾ നല്ല മഴ
ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ മുകളിലോട്ട് കയറും തോറും ആ ആകാശവും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ചെറിയ മഴക്കാറൊക്കെ കാണുന്നുണ്ട്. അത് മാത്രമല്ല ചിലരൊക്കെ കോട്ട് ഇട്ടിട്ടാണ് വരുന്നത്, റെയിൻ കോട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഷുവറായിട്ട് മൂന്നാറിൽ മുകളിൽ മഴയുണ്ട്. കണ്ട കുറച്ചങ്ങ് മുകളിലോട്ട് കയറിയപ്പോഴേക്കും ആകാശത്തിൻ്റെ അവസ്ഥ ഉണ്ടോ, നല്ല കാർമേഘം വരാൻ തുടങ്ങി. മിക്കവാറും മഴക്കുള്ള ചാൻസ് തന്നെയാണ്. ഞാനിതിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ആ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയാസാണ് തമിഴ്നാട്, ഈ റൈറ്റ് കാണുന്നതാണ് കേരളത്തിൻ്റെ ഏരിയാസ്, മൂന്നാറിൻ്റെ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ നല്ല വെയിലാണ്, ഈ റൈറ്റ് സൈഡിൽ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ കാലാവസ്ഥ തന്നെയാണ്. തമിഴ്നാട്ടിൽ അധിക സമയം വെയിലും കേരളത്തിൽ ഈ ഒരു സമയത്ത് മഴയാണ്. ഇതാണ് നമ്മൾ ഇത്രയും ദൂരം വന്ന വഴി. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദൂരം വന്ന വഴിയാണ് ഇതൊക്കെ. ആ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ സൗന്ദര്യം എന്താല്ലേ കാണാൻ രസം. ഈ തൊട്ട് താഴെ തമിഴ്നാടാണ്, ഇപ്പം നമ്മൾ കേരളത്തിലാണുള്ളത്. അങ്ങനെ നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് പ്രവേശിച്ചു. ഇപ്പോഴാണ് നമ്മൾ കേരളത്തിലോട്ട് എത്തിയത് കറക്റ്റായിട്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു എക്സൈസ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയോ ആണ്, ഞാൻ നോക്കട്ടെ. ഈ വളവിലാന്ന് തോന്നുന്നു. ആ അതെ, ഇവിടെയാണ് എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇപ്പം ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒഫീഷ്യലായിട്ട് കേരളത്തിലെത്തി, ഗ്യാപ്പ് റോഡ് എത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇനി പൂപ്പാറ പോയിട്ട് വേറെ റൂട്ടുണ്ട്.
കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയില്ല, പക്ഷെ നല്ല മഴക്കാറുണ്ട്, ചെറിയ മഴയുണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് നമുക്ക് മഴയുണ്ടായിട്ടില്ല. ഇപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് കേരളത്തിൽ എത്തുമ്പോൾ മഴ കിട്ടുന്നത്. അങ്ങനെ കേരളത്തിലെത്തി, മൂന്നാറങ്ങനെ എത്തി. നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കേരളത്തിൻ്റെ സൗന്ദര്യം ഒന്നൊക്കെ ഒന്ന് ആസ്വദിക്കുമായിരുന്നു. അത് മാത്രമല്ല, ഇവിടെ എത്തിയപ്പോഴാണ് നല്ലൊരു ഫ്രഷ് എയറൊക്കെ കിട്ടിയത്. നല്ലൊരു ഫീലുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ ആസ്വദിച്ചും എല്ലാം അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ പൂപ്പാറയാണുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ കൊച്ചിയിലോട്ടാണ് പോകുന്നത്. കൊച്ചിയിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഹൈവേ വഴി എന്തായാലും പോകുന്നില്ല, നമുക്ക് രാജാക്കാട് വഴിയാണ് പോകേണ്ടത്. അപ്പോൾ രാജാക്കാട് പൂപ്പാറ റോഡിലോട്ട് നമുക്കിനി കയറേണ്ട ആവശ്യമുണ്ട്. എനിക്ക് വഴി തെറ്റി, എനിക്ക് ഇത്രയും വരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് എടുത്തിട്ട് നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകാനുണ്ട്. അപ്പോൾ അതാണ് രാജാക്കാട് റോഡ്. പിന്നെ നമുക്ക് നേരെ രാജാക്കാട് റോഡിലോട്ട് പിടിക്കാം. അങ്ങനെ രാജാക്കാട്ട് റോഡിലോട്ട് നമ്മൾ കയറി. ഇവിടെ നിന്ന് നേരെ റൂട്ടാണ്, റൈറ്റും ലെഫ്റ്റും ഒന്നുമില്ല. കല്ലാർകുട്ടി ഡാം വരെ നമ്മൾ നേരെ ഈ റൂട്ടാണ്. അവിടുന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ട് വേറെ റൂട്ടിലോട്ട് കയറാനുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ ഓൾറെഡി പോയ റൂട്ടായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വീഡിയോസൊന്നും എടുക്കില്ല.
ഇതിപ്പോൾ കല്ലാർകുട്ടി ഡാമിൻ്റെ അടുത്തൊരു ഏരിയ ആണ്. നമ്മൾ ഇതിന് മുന്നേ ഒക്കെ വന്നപ്പോൾ ഇവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളം ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളെ 3 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുവാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ തിരിച്ച് നമ്മൾ ഏകദേശം കൊച്ചിയിലോട്ട് എത്താനായി.